ഹലോ വ്യൂവേഴ്സ്, മെയ്ഡിൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഒരു വർഷം നാട്ടിലത്തെ 1 കോടി രൂപ അഥവാ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് $200,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് എങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ മണി ചെയിൻ തട്ടിപ്പോ അല്ലെങ്കിൽ വേറെ ഫ്രോഡ് പരിപാടിയോ ഒന്നും അല്ല കേട്ടോ. വളരെയധികം ലെജിറ്റിമേറ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും പൈസ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ മെയിൻ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇത് 5-4 ജോബ്സിനെ പറ്റിയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ടോപ്പിക്കിൽ കടക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ വളരെയധികം ക്വിക്കായിട്ട് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വെറും 10 മിനിറ്റ് ദൈർഘ്യമേ ഉണ്ടാവുള്ളൂ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് വരുന്ന എഫേർട്ട് എന്ന് പറയുന്നത് മിനിമം ഒരു 4 to 5 hours ആണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങളുടെ തംസപ്പും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായിട്ടും മറക്കാണ്ടിരിക്കുക. എങ്കിലേ എനിക്ക് ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് റെഗുലറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് 5-4 എന്ന് പറയുന്ന ജോബ്? 5-4 എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു അബ്രിവിയേഷനാണ്. അപ്പോൾ ഈ 5-4 ജോബ്സ് എന്ന് പറയുന്നത് എന്താണ്? 5-4 ജോബ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് റിമോട്ട് ഏരിയസിൽ നമ്മുടെ മൈനിങ് അഥവാ ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ, അതുപോലത്തെ റിമോട്ട് ഏരിയസിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ 5-4 ജോബ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും പൊതുവേ നമുക്കുണ്ടാവുക. മാത്രമല്ല മറ്റ് പല കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ബെനിഫിറ്റ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈ പേയിങ് ജോബ്സ് മാത്രമല്ല, നമ്മുടെ എല്ലാ ലിവിങ് എക്സ്പെൻസും, നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ ഫുഡ്, പിന്നെ ഈ വർക്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ട്രാവൽ എക്സ്പെൻസസ്, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അഥവാ വേറെ എന്ത് അല്ലെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി നമ്മുടെ എംപ്ലോയർ സ്പോൺസേർഡ് ആയിരിക്കും അതിൻ്റെ വർക്ക് എക്സ്പെൻസസ്. അതാണ് ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് ജോബ്സിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്തൂടെ ഞാൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടതേ ഉള്ളൂ. ഒരു ഓസ്ട്രേലിയൻ അപ്പോൾ ഫസ്റ്റ് ഇയർ ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ 2 lakh AUD അഥവാ നാട്ടിലെ 1 കോടി രൂപ സേവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 0 എക്സ്പെൻസ് ആയിരിക്കും ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഒബ്വിയസ്ലി ഇതിന് ഇഷ്ടംപോലെ ഡൗൺ സൈഡും ഉണ്ട്. നമ്മൾ 3 to 6 months അല്ലെ പ്രൊജക്റ്റ് അനുസരിച്ചാണ് അപ് ടു 1 year വരെ നമ്മൾ കണ്ടിന്യൂസ് ഈ ഒരു സൈറ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ. നമ്മുടെ പ്രൊജക്റ്റ് തീരുന്നതും വരെ അല്ലെ ആ പ്രൊജക്റ്റിൻ്റെ ബ്രേക്ക് ടൈം വരെ നമ്മൾ കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് നോർമൽ 8 hour ജോബ് അല്ല നമ്മൾ ഈ 5-4 റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. മിനിമം ഒരു 10 to 12 hours ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. കാരണം ഈ 5-4 മൈനിങ് സൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിൻ്റെ അവേഴ്സും സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുള്ള വർക്കിൻ്റെ ചാലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാശിൻ്റെ ആസ്പെക്റ്റ് മാത്രം കണ്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ വരരുത്. ഇതിന് ഇഷ്ടംപോലെ കഷ്ടപ്പാടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ 5-4 ജോബ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5-4 ജോബ്സിന് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് 5-4 ജോബ്സ് കണ്ടെത്താൻ പറ്റുക പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സ്ട്രീമും. രണ്ടാമത്തെ എന്ന് പറയുന്നത് നാട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതായിരിക്കും ഞാൻ അടുത്ത സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഇപ്പം നമ്പർ 1, നോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പൊതുവേ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ബാച്ചിലർ ഡിഗ്രി ചെയ്തതിന് ശേഷം യാതൊരു രീതിയിലുള്ള വർക്ക് എക്സ്പീരിയൻസും എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പ്രൊഫഷണൽ ലെവലിലുള്ള ജോബ്സിന് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക്
സെലക്ഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ലെവലായിട്ടുള്ള ജോബ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ എൻട്രി ലെവൽ ജോബ്സ്? ലേബറേഴ്സ്, യൂട്ടിലിറ്റി വർക്കേഴ്സ് അഥവാ കിച്ചൺ ഹാൻഡ്. നിങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കരസ്ഥമാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ ഹാൻഡായിട്ട് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്ലീനേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ക്ലീനേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അവരൊന്നും ഒരിക്കലും വർക്ക് എക്സ്പീരിയൻസോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് നിങ്ങൾ ഈ എൻട്രി ലെവൽ ജോബ് കരസ്ഥമാക്കിയതിന് ശേഷം അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ശരിക്കുള്ള ജോബിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എൻജിനീയറിംഗ് ലെവലിലുള്ള ഒരു ജോബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ജോബ് എടുത്തതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞിട്ട് ഇന്റേണലി പ്രൊമോഷന് വേണ്ടി നോക്കുക. ആ കമ്പനിയുടെ തന്നെ HR കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്, അപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടിലും സ്കില്ല് എൻ്റെ കയ്യിലുണ്ട്, അതിനിപ്പോൾ വേക്കൻസീസ് വരുമ്പോൾ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്റേണലി നമുക്ക് വേണ്ട ജോബ് സെക്യൂർ ചെയ്യേണ്ടത്. 6 വർഷം മുന്നേ ഞാൻ ഓസ്ട്രേലിയയിൽ ആദ്യം വന്നിരുന്ന സമയത്ത് ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. കിച്ചൺ ആൻഡ് ക്ലീനിങ്, വെയർ ഹൗസ് പിക്കർ, ഡെലിവറി ജോബ്സ്, പിന്നെ നമ്മുടെ പത്രത്തിനകത്ത് ഓരോ പേപ്പറില്ലേ അതിന് ഫ്ലയേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്, ആ ഫ്ലയർ വീടാന്തരം ഇടുന്നതിൻ്റെ ജോലി വരെ ഞാൻ ചെയ്യാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു പ്രൊഫഷണൽ ജോബ് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മാക്സിമം റിയാലിറ്റിയുമായിട്ട് സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ വരാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എൻട്രി ലെവൽ ജോബ്സ് സെക്യൂർ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷൻ ലെവൽ അഥവാ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ഒരു ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ആണ്. ഏകദേശം ഒരു $400 അല്ലെങ്കിൽ $500 കൊടുത്തു കഴിഞ്ഞോണ്ടേ ഒരു 3 day ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഈ 3 day ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 പേരുടെ ഒരു പൂൾ ഓഫ് വർക്കേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 30% താഴെ ആൾക്കാർക്ക് മാത്രമേ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പ് 30% നിൽക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം സർട്ടിഫിക്കേഷൻസ് വേണം, അതും ആ ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി സെക്യൂർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് EWP അഥവാ സിസർ ലിഫ്റ്റ്, ക്രെയിൻ എന്നിവ വേണ്ട ലൈസൻസുകളും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് ഒബ്വിയസ്ലി ഇതിൻ്റെ ലൈസൻസ് പഠിക്കാനായിട്ട് അതിൻ്റെതായ കോസ്റ്റ് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേക്കൻസി നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പയ്യെ പ്രൊമോഷൻ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ ഇന്റേണലി പ്രൊമോട്ടഡ് ആകാൻ പോകുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻസ് ആണ്. ഇത് പൊതുവെ ഓസ്ട്രേലിയയിൽ ഏതൊരു എംപ്ലോയർ ആണെങ്കിലും നിങ്ങളെ ജോലിക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഡക്ഷൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ടോട്ടലി അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടെ ആയിരിക്കും. അടുത്ത സ്ട്രീം എന്ന് പറയുന്നത് വിത്ത് എക്സ്പീരിയൻസ് നിങ്ങൾ 5-4 റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവറേജിങ് യുവർ സ്കിൽസ് ആണ്. എന്ന് വെച്ചാൽ നാട്ടിൽ നിങ്ങൾക്ക് മൈനിങ് അഥവാ എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഈ സ്കില്ല് ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റെസ്യൂമേ അഥവാ CV വെച്ചിട്ടാണ്. അപ്പോൾ ഒരു നോർമൽ CVയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമേ നിങ്ങളുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ടാവണം. അതും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെസ്യൂമേ ആയിരിക്കണം. ATS ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പൊതുവെ എല്ലാ കമ്പനിയുടെയും ഹയറിംഗ് മാനേജേഴ്സ് ഈ ഒരു ATS സോഫ്റ്റ്വെയറിലാണ്. ഇപ്പോൾ 100 ആപ്ലിക്കൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 100 റെസ്യൂമേ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ഇടും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അവർക്ക് ആവശ്യമുള്ള സ്കില്ല് ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് മേ ബി ഒരു 10 or 20 റെസ്യൂമേസ് ഫിൽറ്റർ ചെയ്ത് തരും. എന്നിട്ട് ആ 20 റെസ്യൂമേ വെച്ചിട്ടാണ് ഹയറിംഗ് മാനേജേഴ്സ് ഇൻ്റർവ്യൂസ് നടത്തുന്നത്, പിന്നെ ജോലി തരുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു നോർമൽ റെസ്യൂമേ ഉണ്ടായി കഴിഞ്ഞാൽ ഹയറിംഗ് മാനേജേഴ്സിൻ്റെ മുമ്പിൽ ആ ഒരു വിസിബിലിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ ടെംപ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോൻ്റെ താഴെ റെസ്യൂമേ എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് വെച്ച് ജോബ്സിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെറ്റ്വർക്കിനെ നിങ്ങൾ ലെവറേജ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നെറ്റ്വർക്കിനെ റീച്ച് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിലുള്ള ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ടാവും. മെയിനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ പോലെ ഇരിക്കും, പക്ഷേ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങളത് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അണ്ടറിൽ 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ എംപ്ലോയീസ് മൊത്തം ലിങ്ക്ഡിനകത്തുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ട്, ഞാൻ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലല്ല. നമുക്ക് ഇവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ, പക്ഷേ മാക്സിമം നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലും അപ് ടു ഡേറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റെസ്യൂമേന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കാരണം നിങ്ങളെ ഹയർ ചെയ്യുന്ന സമയത്ത് റെസ്യൂമേന് ശേഷം നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലും കൂടെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്ന പോലെ തന്നെ ലിങ്ക്ഡിനിലും നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. എത്ര കൂടുതൽ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്രയും നാൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഇവിടുത്തെ ഉള്ള ഓസ്ട്രേലിയയുടെ വിചാരം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ മറക്കരുത്. അടുത്തതെന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് പ്രിപ്പറേഷൻ ആണ്. ഏതൊരു ജോബിന് വേണ്ടിയിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ റിസർച്ചും പ്രിപ്പറേഷനും ചെയ്യേണ്ടത് വളരെയധികം ക്രൂഷ്യലാണ്. അപ്പോൾ റിസർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ്? മെയിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് സീക്ക്, ഇൻഡീഡ്, ജോറ എന്നിവ വേണ്ട വെബ്സൈറ്റ്സ് ആണ്. പിന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ജോബ് ബോർഡ്സ് ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈനിങ് പീപ്പിൾ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ജോബ് ബോർഡാണ്. ഈ ജോബ് ബോർഡിൽ അവർ പ്രത്യേകമായിട്ട് ഈ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് എല്ലാ ആഴ്ചയിലും ഇവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീക്കിനേക്കാട്ടിലും കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാവും ഈ ഒരു ഫീൽഡിലുള്ള ജോബ്സ് വേക്കൻ്റ് ആയിട്ട് വരുമ്പോൾ. ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വെറും 2 ടോപ്പിക്ക് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ്. ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി വേണം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ റെസ്യൂമേ ഒക്കെ ബിൽഡ് ചെയ്തു, വെരി ഫൈൻ. ഏത് ജോലിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും വളരെയധികം നല്ലതാണ്. നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഡ്ജ് ഉണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും മിനിമം ഒരു 40 to 50 ജോബ് ലിസ്റ്റിങ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കമ്പനിയിൽ നിന്നേലും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങളെ കോൾ ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ എല്ലാ ജോലിക്കും ആവറേജ് 100ഉം 150 ആൾക്കാരേലും മിനിമം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടരുത്. മാക്സിമം ജോബ്സിന് അപ്ലൈ ചെയ്തിട്ട് ഹയറിംഗ് മാനേജേഴ്സിന് മെയിൽ അയക്കണം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ, ഞാൻ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങണം ഹയറിംഗ് മാനേജേഴ്സിൻ്റെ ഒപ്പം. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസും വെക്കണം. നമ്മൾ സ്ട്രാറ്റജിയുടെ കാര്യം പറയുന്ന സമയത്ത് എല്ലാ ജോബിനും ഇവിടെ ഓസ്ട്രേലിയയിൽ ഓൺ ആവറേജ് എടുക്കുന്നത് 2 to 3 months ആണ്. അപ്പോൾ ആ ഒരു ടൈം സ്പാൻ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോബ് ഹണ്ടിങ്ങിന് നിങ്ങൾ കൊടുത്തിരിക്കണം. അങ്ങനെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5-4 ജോബ്സിന് ഒരുപാട് പേ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരുപാടധികം ഫിസിക്കലിയും മെൻ്റലിയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണിത്. കാരണം നോർമൽ ഷിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂറൊക്കെയാണ് ജോലി വരുന്നത്. അതേസമയം 5-4 റിലേറ്റഡ് ജോബ്സ് 10 to 12 hours ആണ്. മാത്രമല്ല നല്ല രീതിയിൽ മാനുവൽ ലേബർ വരുന്ന ഒരു ജോബ് കൂടെയാണ്. അപ്പോൾ മറ്റുള്ള ജോബ്സ് നാട്ടിലൊക്കെ നിങ്ങൾ ഓഫീസ് സെറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി ആവാം നിങ്ങൾ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോടെ നിങ്ങൾ വന്നു കഴിഞ്ഞോണ്ട് ഇവിടെ 5-4 ജോബ്സിന് വളരെയധികം ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടുള്ള കോണ്ടാക്റ്റ് വളരെയധികം കുറവായിരിക്കും. കാരണം നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, ഒരു കമ്പനി നിങ്ങളെ
പ്രത്യേകിച്ച് ഓവർസീസിൽ നിന്നൊന്ന് ഹയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട് വേണ്ടിയിട്ടും കൂടെയാണ് അവർ ഇത്രയും വലിയൊരു പ്രോസസ്സ് അവർ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ചലഞ്ചസും മൈൻഡിൽ കരുതിക്കൊണ്ട് വേണം നിങ്ങൾ ഓസ്ട്രേലിയയിൽ വരാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോൻ്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെയാണ് മെയിനായിട്ട് 5-4 റിലേറ്റഡ് ജോബ്സിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ചലഞ്ചസ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഹേർഡിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ആണ് മെയിനായിട്ട് ഈ വീഡിയോ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തംസ് അപ്പ് സ്മാഷ് ചെയ്ത് തകർക്കുക. പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ മിസ് ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലും കൂടെ അറിയിക്കുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.